ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്രിയൽ ലൂണ ഇന്നത്തെ മാച്ചിന് ശേഷം പറഞ്ഞൊരു കാര്യമാണ്. അതായത് അദ്ദേഹമായിരുന്നു ഇന്നത്തെ ഹീറോ ഓഫ് ദ മാച്ച്, അല്ലെങ്കിൽ മാൻ ഓഫ് ദി മാച്ച്, പ്ലെയർ ഓഫ് ദി മാച്ചൊക്കെ. എന്തായാലും അദ്ദേഹം നമുക്കറിയാം 2 അസിസ്റ്റ് ഇന്ന് നേടിയിരുന്നു. സോ അതിൻ്റെ സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ന് ഇൻ്റർവ്യൂവിന്, അതിന് പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവിന് എത്തിയിരുന്നു. സോ അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇനിയും പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകളുണ്ടോ, അതിനുവേണ്ടി ഏത് രീതിയിലാണ് ഇനിയും കളിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളത് ഗെയിം ബൈ ഗെയിം, അത് പുരുഷോത്തമൻ പറഞ്ഞ പോലെ ഗെയിം ബൈ ഗെയിമായിട്ട് നോക്കാൻ പോകുന്നതെന്നാണ് ലൂണ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നൊരു സെൻട്രൽ മിഡ്ഫീൽഡർ പൊസിഷനിലാണല്ലോ കളിച്ചത്, ഇനി അങ്ങനെ തന്നെയാണ് കളിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും എനിക്കറിയില്ല, അത് ഇപ്പോൾ കോച്ച് പറയുന്ന പോലെ ഇരിക്കും, ഞാൻ ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറാണ്. ഒരു നമ്പർ 9 ആയിട്ടോ മിഡ്ഫീൽഡറായിട്ടോ വിങ്ങറായിട്ടോ ഏത് പൊസിഷൻ വേണമെങ്കിലും കളിക്കാൻ തയ്യാറാണെന്നാണ് അഡ്രിയൻ ലൂണ പറയുന്നത്. പിന്നെ അവസാനമായിട്ട് അഡ്രിയൻ ലൂണ ചോദിച്ചു എന്തായിരുന്നു നോവയുമായിട്ടുണ്ടായ പ്രശ്നം. ഇതുവരെ അങ്ങനെയല്ല ചോദിച്ചത്, ഇതുവരെ ഒരു ഗോൾ അടിച്ചിട്ടില്ല, 6 അസിസ്റ്റായി. ഈ ഒരു ISL ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരം അഡ്രിയൻ ലൂണയാണ്. സോ 6 അസിസ്റ്റ്, സോ ഒരു ഗോൾ ഇതുവരെ അടിച്ചിട്ടില്ല. സോ ആ ഒരു ഗോൾ അടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അത് നോവാ സദോയി കൊണ്ടുവന്ന ബോൾ എന്താ പറയുക, തനിക്ക് കിട്ടുമോ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഗോൾ അടിക്കാമെന്ന രീതിയിലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, എനിക്ക് ആ ഒരു ബോൾ ഒരിക്കലും വരത്തില്ല, എൻ്റെ കയ്യിലോട്ട് ആ ഒരു ബോൾ ഒരിക്കലും വരത്തില്ല. മറ്റൊരു പ്ലെയർ അവിടെ ഉണ്ടായിരുന്നു, അതായത് ഇഷാം പണ്ഡിത് അവിടെ ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് ആ ഒരു ബോൾ ഈസി ആയിട്ട് പാസ് കൊടുക്കായിരുന്നു നമ്മുടെ നോവാ സദോയ്ക്ക്. പക്ഷേ നോവാ സദോയ് അത് ചെയ്തില്ല എന്നാണ് നമ്മുടെ അഡ്രിയൻ ലൂണ പറയുന്നത്. സോ അതിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായത്. എന്തായാലും ഞങ്ങളത് ക്ലിയർ ചെയ്യും, ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും കറക്റ്റ് ലൂണ ചെയ്ത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ വെച്ചൊന്ന് പൊട്ടിക്കുമെന്ന് നോവാ സദോയ്, കാരണം അത്ര നല്ല ചാൻസാണ് കൊണ്ട് കാണിച്ചു കൊടുത്തത്. നോവാ സദോയ് പറയുന്നത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ചാൻസ്, അപ്പോൾ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യുമെന്നൊക്കെ ആയിരിക്കും നോവാ സദോയ്. അങ്ങനെ തോന്നിയതുപോലെയാണ് ഒരു ടീമിൽ കളിക്കേണ്ടത്. നിങ്ങൾ തന്നെ പറ തോന്നിയ പോലെയാണ് ടീമിന് എന്തൊരവസരം വരുന്നത്. സുഖമായിട്ട് നോവാ സദോയ്ക്ക് നോവാ സദോയ് നമ്മുടെ ഇഷാം പണ്ഡിതയ്ക്ക് ഇട്ടുകൊടുത്ത ഒരു 4-1 ജയിക്കരുത്, +1 ഗോൾ എന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഉയരായിരുന്നു. ഈ ഗോളിൻ്റെ ആ ഒരു എണ്ണമൊക്കെ പ്ലേ ഓഫിലേക്ക് എടുക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും ഈ ഒരു രീതിയിൽ ഇഷ്ടപ്പെടാതെ തിരിച്ച് ലൈക്ക്